ഇന്നിപ്പോൾ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാം. നിങ്ങളുടെ മക്കൾ എന്തെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപകടകരവും മാരകവുമായ രീതിയിൽ കുട്ടികൾ ആദ്യമേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ചെറിയ മയക്കുമരുന്നിന്റെ അടിമകളും ഉടമകളും അവിടെ ഉണ്ട്. ഇപ്പോൾ മഞ്ചേരിയിൽ ഈ അടുത്ത് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ നിന്നാണ് MDMA പിടിച്ചത്. MDMA എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സാധനം തോന്നുള്ളൂ. രുചിയില്ലാത്ത, മണമില്ലാത്ത ഒരു മൈക്രോഗ്രാം നാവിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂർ ഉന്മാദം നിലനിൽക്കുന്ന സാധനമാണ് ഈ പറയപ്പെട്ട മെത്തലൈൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന MDMA എന്ന സാധനം. ആ സാധനം പുസ്തകത്തിൽ വെച്ച് കൊണ്ടുപോവാ. അത് പേപ്പർ ടൈപ്പ് ആയിട്ട് കിട്ടും. കുട്ടികൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾ അറിയില്ല. കുട്ടിയുടെ പുസ്തകത്തിൽ സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കണ്ടാസ് കഷ്ണേ തോന്നുള്ളൂ. നമ്മുടെ പല കുട്ടികളുടെ കയ്യിലും ഇതുണ്ട്. അവരത് ഉപയോഗിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അറിയാതിരിക്കാൻ, കണ്ണ് ചുവക്കാതിരിക്കാൻ കണ്ണിലുറ്റിക്കുന്നവർ വരുന്നുണ്ട്. ലോകം വളർന്നു, നിങ്ങൾ വിചാരിച്ചൊന്നുമല്ല. നിങ്ങളെ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയായി അങ്ങേ അറ്റത്തെത്തുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. കള്ളു കുടിക്കാന്നുള്ളതൊക്കെ പോയി, കള്ളു കുടിക്കുക, വിദേശമത്തേക്ക് അതൊക്കെ പോയി. ഇപ്പൊ ഇത്തരത്തിലുള്ള MDMA പോലുള്ള സാധനം, അതുപോലെ ചെറിയ ഇഞ്ചക്ഷൻ, ഈ രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. എളുപ്പമുള്ള സാധനം, ഭയങ്കര ഡോസ, നേരിട്ട് വേഗം ബാധിക്കും നാഡീവ്യൂഹത്തെ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എടുത്തെറിയപ്പെടുകയാണ്. ഇസ്ലാം ആണെങ്കിലോ കടുകടുത്ത ഭാഷയിൽ നിരോധിച്ചൊരു സാധനമാണ്. ഹംർ എന്നാണ് ഇതിന്റെ തുടക്കം. ഹമറ എന്ന അറബി പദത്തിന്റെ അർത്ഥം മറയിട്ടു എന്ന. മുഖമക്കനക്കല്ലേ ഹിമാർ. ഹമറ എന്ന മറയിട്ടു. ഹംർ അതിൽ നിന്നുണ്ടായ പദമാണ്. ബുദ്ധിക്ക് മറവിടുന്ന സാധനമാണ്. അത് കുടിക്കുകയോ ഇഞ്ചക്ട് ചെയ്യുകയോ വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിക്ക് മറവിടും. പിന്നെ ഉമ്മയും പങ്ങളും ഉണ്ടാവില്ല, ഒക്കെ ഭാര്യക്ക് തുല്യായിരിക്കും. 8-ാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ശാസ്ത്രകാരനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അയാൾ കെമിസ്ട്രിയുടെ ഗുരുനാഥനാണ്. ഉസ്താദുൽ കീമിയ എന്ന് പറയാം. രസതന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ വികസിപ്പിച്ചെടുത്തത് ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ചിന്തകനാണ്. 8-ാം നൂറ്റാണ്ടിൽ കൂഫയിലാണ് ജീവിച്ചത്. ഏത് ഭൗതികതയും ഇസ്ലാമിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇയാൾ തന്റെ പരീക്ഷണാലയത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പരീക്ഷണത്തിനിടെ കണ്ടെത്തിയ സാധനമാണ് ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം. ആദ്യമായി ആൽക്കഹോൾ കണ്ടെത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം അതിന് അറബിയിലാണ് പേരിട്ടത്. ആ പേരാണ് അൽ ഗൗൽ. ഈ അൽ ഗൗലാണ് ആൽക്കഹോൾ ആയത് ഇംഗ്ലീഷിൽ. ചില പദങ്ങൾ മലയാളത്തിൽ നിന്നും അറബിയിൽ നിന്നും ഒക്കെ ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ അറബികൾ വന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ പ്രധാനപ്പെട്ട സാധനമാണ് അവരെ നാട്ടിൽ കിട്ടാത്ത നമ്മുടെ അണ്ടി, കശുവണ്ടി എന്ന് പറയുന്ന സാധനം. അത് അറബികൾ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷുകാർക്ക് വിറ്റത്. ഇംഗ്ലീഷുകാർ പിന്നെ ഇവിടെ വന്നപ്പോൾ വാങ്ങാൻ നോക്കുമ്പോൾ സാധനത കാശിനെട്ടായിട്ടാണ് വിറ്റത്. കാശിനെട്ട്, അതാണ് കാശുനെട്ടായത്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു സാധനമാണ് പുളിങ്ങ. ആ പുളിങ്ങ ഇംഗ്ലീഷുകാർക്ക് അപരിചിത. അത് അറബികളാണ് അവർക്ക് പരിചയപ്പെടുത്തി. അറബികൾക്ക് അതിന് തുല്യമായ സാധനം അവരെ കണ്ട കാരക്ക. അവിടെ അവർ ഈ പുളിങ്ങക്ക് പേരിട്ടു തമ്ര ഹിന്ദ് എന്ന് പേരിട്ടു. ഇംഗ്ലീഷുകാർ അങ്ങനെ തന്നെ പറഞ്ഞു ടാമരിൻഡ്. ടാമരിൻഡ് ആണ് പുളി, അത് തമ്ര ഹിന്ദ എന്ന പോലെ. അൽ ഗൗൽ ആണ് ആൽക്കഹോൾ. അൽ ഗൗൽ എന്ന അറബി വാക്കിന്റെ നേരെ അർത്ഥം പ്രേതം അല്ലെങ്കിൽ പിശാച്ച് എന്നാണ്. എല്ലാ മയക്കുമരുന്നും പ്രേതം പോലെയാണ്, പിശാച്ച് പോലെയാണ്. പിടികൂടിയ വിടൂല മക്കളെ. പിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടേ നിൽക്കും. മയക്കുമരുന്ന് പറയുന്ന സാധനം അത്ര ഗൗരവമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? 4 ഘട്ടങ്ങളായി പരിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ച ശേഷം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു. അതിന്റെ തഫ്സീലുണ്ട്, ആധുനിക മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. 5 നിലക്ക് ഈ സംഗതി മനുഷ്യനെ കൊല്ലുന്ന, 5 നിലക്ക് നാശം തരും. മയക്കുമരുന്നിൽപ്പെട്ട മദ്യമോ മയക്കുമരുന്നോ വിദേശ മദ്യമോ എന്തെങ്കിലും പൊടികളുണ്ട്, അതോ അല്ലെങ്കിൽ വലിക്കുന്നതോ കുടിക്കുന്നതോ പുകക്കുന്നതോ കുത്തിവെക്കുന്നതോ ആയ ഏത് സാധനം നിങ്ങൾ ഉപയോഗിച്ചാലും 5 നിലക്ക് നിങ്ങൾ നശിച്ചിട്ടുണ്ടാവും. ഏതാണ് 5 നില? മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ആധുനിക മുഫസ്സിരീങ്ങൾ പറയുന്നു, 1 ശഖ്സിയ, 2 സിഹിയ, 3 മാലിയ, 4 ഇജ്തിമാഇയ, 5 ദീനിയ. ഈ 5 നിലക്ക് നിങ്ങൾ നശിച്ചിട്ടുണ്ടാവും ഉറപ്പാ. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചോ, ചെറുപ്പക്കാരും ശ്രദ്ധിച്ചോ. നിങ്ങൾ നന്നാവാനല്ല, നിങ്ങളുടെ കൂട്ടുകാരിൽ അത്തരം ആളുകളുടെ പോയി പറഞ്ഞു കൊടുക്കും. ഒരാൾ കള്ളുകുടിയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് സിഹിയ, ശഖ്സിയ, വ്യക്തിത്വം മീൻസ് പേഴ്സണാലിറ്റി. ഓന്റെ വ്യക്തിത്വം നശിച്ചുപോയി. ഒരാൾ കള്ളുകുടിയാണെന്ന് പറഞ്ഞാൽ ഓന്റെ വ്യക്തിത്വം പോയി. അപ്പൊ നല്ലൊരു ഡോക്ടറാ, അല്ലെങ്കിൽ നല്ലൊരു വക്കീലാണ്, അല്ലെങ്കിൽ നല്ലൊരു മാന്യനായ വ്യക്തിയാണ്. പക്ഷെ കള്ളു കുടിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ രാത്രി ഓൻ്റെ അടുത്ത് പോകണ്ടാറി, അയാളുടെ വ്യക്തിത്വം പോയി. ഓന് വെച്ച് ഇടപാട് വേണ്ടട്ടോ, അത് ബുദ്ധിമുട്ടാവുന്ന. പേഴ്സണാലിറ്റി പോയി, ഓനെ സാക്ഷിക്ക് പറ്റില്ലോ, വ്യക്തിത്വം പോയി. മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ വ്യക്തിത്വം പോയി, പിന്നെ അവനൊന്നിനും കൊള്ളൂല. രണ്ടാമത്തെ സിഹിയ, ആരോഗ്യപരം. ഈ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി നോക്കും നിങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ കരളിന് സിറോസിസ് ഉണ്ടായിട്ടുണ്ടാവും. സിറോസിസ് പിന്നെ ക്യാൻസറോ. ആദ്യം അൾസർ വരും, അൾസർ കരൾ കയറും, സിറോസിസ് വരും, പിന്നെ ക്യാൻസർ വരും. ഡി അഡിക്ഷൻ സെന്റർ പോയി നോക്കും, ഭൂരിപക്ഷം ആളുകൾ രോഗത്തിന് അടിമയോ. എത്ര മാരകമാണ് ഈ സാധനം. രക്തത്തിലാണ് കയറിയിട്ട് മനുഷ്യൻ ഒന്നുമല്ലതാണ്. മദ്യപിച്ചിട്ട് ആരോഗ്യം നന്നായ ഒറ്റ മനുഷ്യനെ നിങ്ങൾ കാണൂല, ആരോഗ്യം നശിച്ചവരെ കാണൂല. ജീവിതം തുലക്കും. സ്വർണ്ണത്തിന് കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ കൊടുക്കണതിന്. സ്വർണ്ണം കിട്ടൂല അത്ര വിലക്ക്, സ്വർണ്ണത്തിന്റെ വിലക്ക് അത് കിട്ടൂല. അത്ര വിലയുള്ള സാധനമാണ്. കുട്ടികൾ അതിനു വേണ്ടി അടിപ്പെട്ടാൽ പിന്നെ അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാവും. അവരെന്നെ കക്കാൻ തുടങ്ങും, കൊള്ള നടത്താൻ തുടങ്ങും. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു 5 വർഷം മുമ്പുള്ള SP ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോ
ഞാൻ ആ പത്രക്കട്ടിക്ക് സൂക്ഷിച്ചു. 4-5 കുട്ടികളെ ഒരു ജ്വല്ലറി കവർച്ചയിൽ പിടിച്ചു. ചെറുപ്പക്കാരാ, ചെറിയ കുട്ടികളൊന്നുമല്ല, കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. ജ്വല്ലറി കവർച്ച പിടിച്ചു നോക്കുമ്പോൾ ഈ കുട്ടികൾ 5 പേരും നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ മക്കളാണ്. പിന്നെ ഇവരെന്തിനാ കക്കാൻ പോയത്? അങ്ങനെ ഇവരെ വെച്ച് കൗൺസിലിംഗ് നടത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവര് മയക്കുമരുന്നിന് പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. വീട്ടിൽ നിന്ന് അതിന് കിട്ടൂല പൈസ. പിതാക്കന്മാർക്ക് വമ്പിച്ച കടബാധ്യത വരുത്തി വെക്കുന്ന മക്കളുടെ ബാപ്പ ഗൾഫിൽ നിന്ന് മണലാരണ്യത്തിൽ അധ്വാനിച്ച് പൈസ അയക്കുക. ഇവൻ ബ്രൗൺ ഷുഗറും MDMA വാങ്ങിയിട്ട് കടം വരുത്തുക. മനുഷ്യരെ പെട്ടെന്ന് പണക്കാരനാക്കാൻ ഈ കുറുക്ക് വഴി തേടിക്കൊണ്ട് പല ഏജന്റുമാരും നിങ്ങളെ തേടി വരും. അത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച പ്രശ്നം തീരും. അതിവിടെ വിതരണം ചെയ്യാൻ വരുന്ന ആളെ പിടികൂടണം. നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ട, അതിന് സർക്കാരിന് സംവിധാനമുണ്ട്. ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ അതിന് ഫോൺ നമ്പറുകളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവരെ കാര്യം കൈകാര്യം ചെയ്യും. പക്ഷേ കൈകാര്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ നിയമത്തിൽ അവരെ ശിക്ഷിക്കാൻ വകുപ്പ് വളരെ കുറവാണ്. ഗഞ്ചാവ് പോലും ഒരു കെട്ടുകണക്കിൽ പിടിച്ചാലും അപ്പം തന്നെ ജാമ്യത്തിൽ വരും. ചില രാജ്യങ്ങളിലൊക്കെ മയക്കുമരുന്ന് വിൽപ്പന നിയമവിധേയമാണ്. ഇപ്പൊ കടകളിലൊക്കെ ഈ പാൻപരാഗ് പോലെ സാധനം വിൽക്കുന്നുണ്ടല്ലോ, അത് പിടിച്ചാൽ നിയമപരമായി ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഒരു കാര്യമല്ല. ആകെ നമ്മൾ തന്നെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെങ്കിലേ നമ്മുടെ കുട്ടികൾ നന്നാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാമ്പത്തികമായി നമ്മുടെ മക്കൾ നശിച്ചു പോകും. കുടുംബം കുളന്നുകൊണ്ട് മദ്യപിക്കുന്നവന്റെ, മദ്യപാനിയുടെ കുടുംബം കുളന്നുകൊണ്ട്. 4-ാമത്തെ ഒന്നാണ് ഇജ്തിമാഇയ്യ, സാമൂഹ്യം. എന്താ? സമൂഹത്തിൽ ഒരു മദ്യപാനി ഉണ്ടായാൽ അത് സ്ത്രീകൾക്ക്, കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സമൂഹത്തിന് അതൊരു നാശ, ഒരു പൊതുശല്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു കള്ളുകുടിയൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരൊരു പൊതുശല്യമാണ്. ആ പൊതുശല്യം നമ്മളെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, വീടുകളെ ബാധിക്കും, എല്ലാവരും ബാധിക്കും, സുരക്ഷിത ജീവിതത്തെ ബാധിക്കും. 5-ാമത്തേത്, അല്ലെങ്കിൽ ഒന്നാമത് പറയേണ്ടത് തന്നെയാണ്, 5-ാമത് പറഞ്ഞത് ഒന്നാമത് പറയേണ്ടത് തന്നെയാണ് ദീനിയ, മതപരം. എന്നെ പറയണ്ട. മദ്യപിക്കുന്ന ഒരു വ്യക്തി അവൻ മദ്യപിക്കുകയാണെങ്കിൽ അവന്റെ ഈമാൻ പോലും ഇല്ലാതാവുകയാണ്. ദീനിയായി അതിന്റെ ഗൗരവം പറയണ്ടല്ലോ. എത്രത്തോളം ഉമ്മുൽ ഖബായിസ് എന്നാണ് മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ചത്. ഉമ്മുൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും മാതാവ് എന്നാണ്. കള്ളു കുടിക്കുന്നവനൊക്കെ ചെയ്യും. മയക്കുമരുന്ന് ബുദ്ധി പോയാൽ പിന്നെ മനുഷ്യൻ എന്തും ചെയ്യൂലേ. 2 കാലിൽ മദ്യപിക്കാൻ കയറിയവൻ 4 കാലിലല്ലേ പുറത്തിറങ്ങുക. പിന്നെ പറയണ്ടല്ലോ, ഈ 5 നിലയിൽ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ പ്രക്രിയ എല്ലാ ജാതി മതസ്ഥരും അതിനെ എതിർക്കുന്നുണ്ട്, എല്ലാ വിഭാഗം ആളുകളും അതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ക്രമത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളതിനെ മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ട് മാത്രമല്ല, പ്രവർത്തിക്കാൻ നിങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവണം. കാരണം ദഴവത്ത് എന്ന് പറയുന്ന സംഗതി നമുക്ക് ഓരോരുത്തർക്കും കടമയാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ അതിൽ വളരെ വ്യക്തമായ കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കും, ഉറപ്പല്ലേ? അതിപ്പോ ഈ നാട്ടിലുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ലാ യംനഅന്ന അഹദുക്കും റഹബത്തുൻ നാസി അൻ യഖൂല ബിഹഖിൻ ഇദാ റആഹു ഔ ഷഹിദഹു. ഒരു സത്യസന്ധമായ കാര്യം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നിങ്ങൾ പേടിക്കുക വേണ്ട, മടിക്കരുത്. അത് പറയണം, നല്ലതല്ല. അതിന് നമ്മൾ ഏറ്റവും, അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചില ആളുകൾ ഈ മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് പോകുന്ന ജീവിത സാഹചര്യം കൊണ്ടുണ്ട്. കുട്ടികൾ പോകുന്ന ചില അങ്ങനെ ഉണ്ട്. കാരണം അവർ സാമ്പത്തിക പൈസ ഇല്ല, ആകെ ടെൻഷനായി. അപ്പോൾ എന്നെ ടെൻഷൻ മാറ്റാത്ത മാർഗം ഏതൊരു കൂട്ടുകാർ ഉപദേശിച്ചു വലിച്ചു കുടിച്ചോ അങ്ങനെ തുടങ്ങും. ആരും അവരെ കൂടെ നിൽക്കാനില്ലാന്ന് തോന്നുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു വികാരമാണത്. ആ ഒരു വികാരത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നമ്മളെപ്പോഴും ദഅവത്ത് നമ്മുടെ മുമ്പിൽ കാണണം. ഇബ്രാഹിം നബി റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി തങ്ങൾ ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. അവരുടെ കള്ളു കുടിച്ചിട്ട് നൊരയും പതി വന്നിട്ട് ഇങ്ങനെ കിടക്കണം. ആരും തിരിഞ്ഞോക്കില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ കുറച്ച് വെള്ളം ഒരു പാട്ടിൽ ചോദിച്ചിട്ട് വന്നിട്ട് ഇവനെ വായൊക്കെ കഴുകിയിട്ട് ഇവനെ വിളിച്ചോണ്ട് നോക്കി. ഇവ ഉടനില്ല. ഇവന്റെ നൊരയും പതിയൊക്കെ ശുദ്ധീകരിച്ച് ഇവനെ എഴുന്നേറ്റിരിക്കാൻ നോക്കിയപ്പോൾ അവന്റെ ലഹരി പോയിട്ടില്ല. അങ്ങനെ അദ്ദേഹം കുറച്ചൊക്കെ കാത്തിരുന്ന് അവന് വേണ്ടി ദ്വാരത്തിന് മുമ്പിൽ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവന്റെ ലഹരി പോയപ്പോൾ അവൻ എഴുന്നേറ്റ് കള്ളുടിച്ച് കൂത്താടി മറിഞ്ഞതാ. അപ്പോൾ ആളുകൾ ഇത് കണ്ടി നാളെ ചെന്ന് പറഞ്ഞു, എന്താടാ ഇന്ന ആൾ ഇവിടെ വന്നിരുന്നു, ഇബ്രാഹിം തങ്ങൾ വലിയ മഹാനല്ലേ, നിന്റെ അടുത്ത് വന്നിന്റെ വായൊക്കെ കഴുകിയത് അദ്ദേഹം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ പോയത്. അപ്പോൾ അവൻ ആകെ ഒരു സങ്കടം, വലിയൊരു മനുഷ്യൻ. ഇപ്പോൾ ഏത് കള്ളുടിയാലും ഉസ്താദ് പറഞ്ഞുകൊണ്ടാണ് സങ്കടമാണോ? അങ്ങനെ ആൾക്കാർക്ക് കള്ളുടിമാർക്ക് ഈമാൻ കൂടുതലാണ്. അങ്ങനെ ചില ആൾ ഭയങ്കര അങ്ങനെ സംഭവമാണ്. ചില ആളുകൾ അപ്പോൾ ഐദർസുലിന്റെ സാധ്യത ഇത് അവിടെ വെച്ചൊരു കാര്യം. ഐദർസുസാണ് നമ്മുടെ മരിച്ചുപോയ സമയത്ത് കാര്യം അല്ലാഹു അദ്ദേഹത്തിന് മഹഫറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാട് പുതുപ്പറമ്പിൽ സ്ഥിരമായി കൂട്ടുകാരെയും കൂട്ടി മദ്യപിക്കുന്ന ഒരു ഗൾഫാരുണ്ടായിരുന്നു. ആദ്യം മദ്യപിക്കുന്ന ആളൊന്നുമല്ല, ഗൾഫിലൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന് ഇവരെ കാറൊക്കെ വാങ്ങി. അപ്പോൾ അവന് കൂട്ടുകാർ കൂടി പൈസ ഉണ്ടാകുമ്പോൾ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ അവിടെ നിന്നൊന്നും ചെയ്യൂല. ദൂരെ എവിടെയെങ്കിലും ബാറിൽ പോയിട്ട് വൈകുന്നേരം കുടിക്കും. രാത്രി 12 മണി വരുമ്പോൾ വീട്ടിൽ വരും. ലഹരിയൊക്കെ കഴിയും, പിറ്റേന്ന് അങ്ങാടി ഉണ്ടാവും. എല്ലാം നല്ല കാര്യത്തിലുണ്ടാവും. കണ്ടുപിടിക്കുന്നവർ ആരും അറിയില്ല. ഇവൻ മദ്യപാനിയെന്ന് ആർക്കും അറിയില്ല. കാരണം രാത്രി അവൻ അങ്ങനെ രസമായിട്ട് ചെയ്യാം. ഇവൻ ഗൾഫിൽ വരും, കുറച്ച് പൈസ കൂട്ടുകാർ കാറിൽ പോകും. ഈ സംഭവം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇവൻ രാത്രി 12 മണിക്ക് ശേഷം ഇവന്റെ കാറിൽ ആൾക്കാരൊക്കെ കോട്ടക്കല ഭാഗത്ത് കൂട്ടുകാർ 2-3 ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് വരിക. ഡ്രൈവറും അവന് മാത്രമേ ഉള്ളൂ. കാർ ഇങ്ങനെ പുതുപ്പറമ്പ് റോഡിൽ വരുമ്പോൾ ഐദറൂസ് ഉസ്താദിന്റെ ഒരു പരിപാടി കഴിഞ്ഞ് ബാഗ് പിടിച്ചിങ്ങനെ നടന്നു പോകും. അതെങ്ങനെ? അപ്പോൾ ഇവന്റെ ഡ്രൈവർ ഉസ്താദിനെ കണ്ടപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടി വിട്ടു. അപ്പോൾ ഇവനത് കണ്ടു ബാക്കുന്ന ലഹരിയില്ല, മദ്യപിച്ചൂരല്ലേ. അപ്പോൾ ഇവൻ ദേശിച്ചെന്താ ഉസ്താദിനെ കണ്ട് നിർത്താതെ ഇമാൻ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ നിർത്താൻ അവിടെ നിർത്തിയിട്ട് ബാഗ് എടുത്തിട്ട് ഉസ്താദിന് ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് കയറ്റിയിരുത്തി. ഇരുത്തിയപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഉസ്താദിനെ നിങ്ങൾ മുന്നിൽ കയറ്റിയിട്ടോന്നാ. ഉസ്താദിന് പലവരും വാസന കിട്ടി വിദേശ മദ്യത്തിൽ. എന്നാൽ ഉസ്താദിന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, ഒന്നും എതിർത്തില്ല. വിവരങ്ങളൊക്കെ ചോദിച്ചു. നേരെ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദിനെ ഇറക്കി ഇപ്പോൾ പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുബൈ നിസ്കരിച്ച് ഉസ്താദ് വീട്ടിൽ പോയി ചായക്ക് കുടിച്ച് അങ്ങാടി ഇങ്ങനെ ഉലാത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ആരും ഉസ്താദ് നോക്കുന്നു ചോദിച്ചു. ഞാനിങ്ങനെ ആളെ നോക്കുകയാണ്. അവൻ ഉണ്ടാവുമല്ലോ. ഞാൻ അന്വേഷിച്ച് അവനെ പിടിച്ചു. അവനെ പിടിച്ചപ്പോൾ ഉസ്താദ് ആദ്യം ചെയ്താൽ അങ്ങാടി അവനെ തോളത്ത് കൈയിട്ടു. ഇങ്ങനെ പിടിച്ചു ഇവിടെ വാർ. അപ്പോൾ ആൾക്കാർ ചോദിച്ചതോ കാര്യമായി ലോകം വരാനോ മദ്യപിക്കുന്ന ആൾക്കാരില്ലല്ലോ. ഉസ്താദിന്റെ തോളത്ത് കൈ പിടിച്ചാണ്ട് മെല്ലെ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് അവനോട് ഇങ്ങനെ അഭിമുഖമായി നിന്നിട്ട് അവനെ മൊത്തം ബോഡി ലാംഗ്വേജ് മൊത്തം 2 കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചു. 2 കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചു. ഉസ്താദിന്റെ കൈ ഇങ്ങനെ ആക്കൽ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു,
വളരെ ലളിതമായി ചോദിച്ചു, ഞാൻ ഇന്നലെ കാറ് കയറുമ്പോൾ എൻ്റെ കുട്ടി പറഞ്ഞല്ലോ എൻ്റെ മൂഡ് ശരിയല്ല, എന്താണ് ഈ വാർത്തൻ്റെ വായന എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിക്കണം, അപ്പോൾ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോൾ ഇവൻ സംഭവം ഞെട്ടിപ്പോയി, ഇന്നലെ രാത്രി ഇങ്ങനെ സംഭവിച്ചല്ലോ. അവൻ പറഞ്ഞു, ഉസ്താദേ തുറന്നാൽ പറഞ്ഞു, ഉസ്താദ് എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റുന്നു, ഞാൻ അല്പം മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് ഉസ്താദ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ഒരു ഭവ്യതയോടെ അവൻ പറഞ്ഞു. ഉസ്താദിൻ്റെ ചോദ്യം വാപ്പാൻ്റെ തുല്യമായ ഒരാൾ ചോദിക്കല്ലേ. ഇതാണ് പറഞ്ഞതോടുകൂടി ഇവൻ്റെ കയ്യിൽ രണ്ട് കൂട്ടിന് മുറുക്കി പിടിച്ചിട്ട് ഉസ്താദിൻ്റെ മുഖം ചോന്നിട്ട് ഉസ്താദിൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴിച്ചു. ഇത് ഇയാൾ തന്നെ പറയാൻ, പിന്നെ ഉസ്താദിൻ്റെ കണ്ണിന്ന് കണ്ണുനീരിന് ഒഴിച്ചു, താടിമ കൂടെ വന്നു. കണ്ണുനീരിന് വന്നിട്ട് ഉസ്താദ് ഓൻ്റെ രണ്ട് കണ്ണുക്കും തുറച്ച് നോക്കിയിട്ട് ഒലിക്കുന്ന കണ്ണുകളുമായി ഉസ്താദ് വളരെയധികം വിഷമിക്കുന്ന ശബ്ദത്തിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ കുട്ടി ആ ചെയ്ത പണി കാഫറായി ചത്തു പോണ പണിയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഈ വാചകം കേട്ടതോടുകൂടി ഇവനാണ് കരഞ്ഞു. ഇവനാണ് കരഞ്ഞിട്ട് ഉസ്താദിന്റെ കൈ വന്ന് പൊട്ടി കരഞ്ഞു ചേർക്കാൻ. ഉസ്താദ് പറഞ്ഞു, കാഫറായി ചത്തു പോണ ഈ പണിയാണ് ചെയ്തത്. ഒന്നുകൂടി പറഞ്ഞു. അവൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല, നിർത്തി. ഉസ്താദ് പറഞ്ഞു, നമുക്ക് വേഗം ചാപ്പനങ്ങാടി ഉസ്താദിട്ട് പോവാം. അന്ന് ഉസ്താദിന് ആത്മീയ ഗുരു ചാപ്പനങ്ങാടി ഉസ്താദ്. ഇവൻ പറഞ്ഞു, എനിക്ക് എവിടുക്കും പോണ്ട, ഉസ്താദ് മാത്രം മതി, നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ കേൾക്കും, ഞാൻ ചെയ്യൂലാറും. അവിടെ വെച്ച് ഓനെ കൊണ്ട് തോപയിച്ചു. ആ നൃത്തത്തിൽ ഓന് വേണ്ടി തലയിൽ കൈവച്ച് ദ്വാരുന്നു. അവന് വേണ്ടി ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം. പൊതുപ്പരപ്പുകാരനായ വ്യക്തി, നിങ്ങൾ എപ്പോഴെങ്കിലും ഐദുറുസ്വലിന്റെ മകന്റെ തൊയ്യ പൈസ കാണുമ്പോൾ ചോദിച്ചാൽ മതി. ഈ ആൾ ഇപ്പം മരിച്ചുപോയി. അയാൾ പിന്നീട് മരണം വരെ അവിടുത്തെ എല്ലാ ദീനീ പ്രവർത്തനത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. എല്ലാ ദീനീ പ്രവർത്തനത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. ഉസ്താദിന്റെ ഒരൊറ്റ വാക്കാണ് അവന്റെ മനസ്സിൽ ചേഞ്ച് വരുത്തി. ഉസ്താദിന്റെ ആ ഒരൊറ്റ വാക്ക് അവനെ ചേഞ്ച് വരുത്തി. എന്ന പോലെ നിങ്ങൾ നോക്ക്, ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു തആല ഇവനെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെ ഇവിടെ നടന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവിടെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നടന്നു എന്ന് പറഞ്ഞ ആ ഒരൊറ്റ സംഭവം കൊണ്ട് ഇവൻ ആകെ വശലായി. പഠിച്ചോനെ ബഹുമാനപ്പെട്ടവരൊക്കെ അറിഞ്ഞല്ലോ, ആകെ സ്വീപ്പായല്ലോ. അതോടുകൂടി അവൻ മനസ്സിൽ തീരുമാനിച്ചു, കണ്ടുപിടിക്കൂല, ഇനി വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഇബ്രാഹിം റളിയല്ലാഹു തആല കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തൊരു വിളിയാളം. എന്താ അള്ളാഹു അറിയിച്ചത്? യാ ഇബ്രാഹിം, ഇബ്രാഹിമെ, അള്ളാഹ് നേരിട്ട് പറയാണ്, ത്വഖർതലി അജലിനാ ഫമഹു, എനിക്ക് വേണ്ടിയാണ് ഈ അവന്റെ വായ ശുദ്ധിയാക്കിയത്. ഫത്വഖർനാ, ഞാൻ ശുദ്ധിയാക്കി, ഇല്ലി അജലിക്കാൻ നിനക്ക് കൂലി കിട്ടാൻ വേണ്ടി, കൽബഹു, അവന്റെ ഹൃദയത്തെ, ഓന്റെ ഹൃദയം ഞാൻ നന്നാക്കി, എന്റെ കൂലി എനക്കാ. ആ ഒരു പാട്ട വെള്ളം കൊണ്ട് അത് കഴുകിയത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കൂലി എത്ര വലുതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി നിങ്ങളെ കൊണ്ട് നന്നായാൽ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മഹലിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യണം.